ഈശ്വരശായിരിക്കും സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 5-ാമത്തെ അധ്യായം, ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയെക്കുറിച്ചിട്ടാണ്. ഏതാണ്ട് 1975-80 കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് വൻപിച്ച തോതിൽ ഒരു കുടിയേറ്റം ഉണ്ടായി. ജോലിക്ക് വേണ്ടിയിട്ടാണ്, കുടുംബം പോറ്റാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മുടെ മാതാപിതാക്കന്മാരും സഹോദരങ്ങളുമൊക്കെ അങ്ങ് വിദൂര ദേശത്ത് പോയി ജോലി ചെയ്ത് കുടുംബം പോറ്റിയിരുന്നു. അവർക്കൊക്കെ നമ്മുടെ നാട്ടിലെ കുടുംബത്തിലെ വിശേഷങ്ങൾ അറിയാനുള്ള ഏക മാർഗം എഴുത്തുകൾ എഴുതുക എന്നുള്ളതായിരുന്നു. ഒരു എഴുത്ത് ഇവിടെ വന്ന് തിരിച്ചു ചെല്ലാനായിട്ട് ഏതാണ്ട് 1 മാസത്തോളം കാലയളവ് എടുക്കുമായിരുന്നു. എങ്കിലും തങ്ങളുടെ വീട്ടിലുള്ള മക്കളുടെ, ഭാര്യയുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അവർ നിരന്തരമായി എഴുതിയിരുന്നു. അവർക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. സ്നേഹത്തോടു കൂടിയുള്ള എഴുത്തുകളായിരുന്നു അവയൊക്കെ. ബൈബിൾ എന്ന് പറയുന്നത് ഏതാണ്ട് ഇതുപോലെയാണ്. പിതാവായ ദൈവം മക്കളായ നമ്മോടുള്ള സ്നേഹത്തെ പ്രതി നമ്മളോട് സംസാരിക്കുന്ന എഴുത്തുകളാണ് ബൈബിൾ എന്ന് പറയുന്നത്. ആ എഴുത്തുകളിലൂടെയാണ് അവിടുത്തെ മക്കളായി നമുക്ക് ജീവിക്കുവാനുള്ള വേണ്ട നിർദ്ദേശങ്ങളൊക്കെ ദൈവം അയച്ചിരുന്നത്. അത്ര മനോഹരമാണ്. ദൈവത്തിൻ്റെ സ്നേഹം തുളുമ്പി നിൽക്കുന്ന ഒന്നാണ് ദൈവവചനം. ദൈവവചനം അടങ്ങുന്ന വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ. എന്താണ് ഈ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ആകെ തുക എന്ന് പരിശോധിച്ചാൽ, ദൈവത്തിൻ്റെ രക്ഷാകരമായ പദ്ധതിയാണ് ബൈബിളിലുടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് ആദ്യ മാതാപിതാക്കന്മാരിൽ നിന്ന് തന്നെ തുടങ്ങുന്നുണ്ട്. പിതാവായ ദൈവത്തിൻ്റെ വാക്കിനെ ധിക്കരിച്ച ആദ്യ മാതാപിതാക്കളെ ദൈവം നീതിമാനായതുകൊണ്ട് തീർച്ചയായും ശിക്ഷിച്ചു, പറുദീസയിൽ നിന്ന് പുറത്തായി. പക്ഷേ ആ പിതൃസ്നേഹം അവരെ തേടിയെത്തുന്നു, അവർ പിന്തുടരുന്നു. നഗ്നരാണെന്ന് മനസ്സിലാക്കിയ ആദ്യ മാതാപിതാക്കന്മാർക്ക് പിതാവായ ദൈവം വസ്ത്രമുടിപ്പിക്കുന്നു. സഹോദരനെ കൊലപാതകം ചെയ്ത കായേന് പോലും കരുതലോടെ ദൈവം മറ്റുള്ളവരവരെ ശിക്ഷിക്കാതിരിക്കാനായിട്ട് അവരിൽ അടയാളം പതിപ്പിക്കുന്നു. പിന്തുടരുന്ന ദൈവത്തിൻ്റെ സ്നേഹം, അതാണ് ബൈബിളിലുടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? തന്നെ ധിക്കരിച്ച മക്കളെ വീണ്ടും തൻ്റെ സ്നേഹത്തിലേക്ക് വലിച്ചടിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ചരിത്രത്തിലുടനീളം പലപ്പോഴായി പല ആവർത്തി ദൈവം നമ്മളിലേക്ക് കടന്നു വരുന്നുണ്ട്, ഇടപെടുന്നുണ്ട്. മനുഷ്യരുടെ തിന്മ വർദ്ധിച്ച് ദൈവത്തിന് ധിക്കരിച്ച് ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ വിങ്ങിപ്പൊട്ടുന്ന ആ ഹൃദയം പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കുവാൻ വേണ്ടി വളരെ വിശ്വസ്തനായ നീതിമാനായ നോഹയെ തിരഞ്ഞെടുക്കും. അവരിലൂടെ വീണ്ടും ചെറിയൊരു സമൂഹത്തെ രൂപപ്പെടുത്തും. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം മുതൽ നമ്മൾ കാണുന്നത് അബ്രഹാത്തിന്റെ വിളിയോടുകൂടിയാണ്. ദൈവസ്നേഹത്തിലും അനുസരണയിലും വിശ്വസ്തതയിലും ആയിരുന്ന അബ്രഹാത്തിന് ദൈവം തലമുറകളുടെ, ജനതതികളുടെ പിതാവാക്കി മാറ്റി. താൻ കാണിച്ചു തരാൻ പോകുന്ന ദേശത്തേക്ക് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാം ഉപേക്ഷിച്ച് ദൈവത്തിൽ മാത്രം ശ്രദ്ധയൂന്നിക്കൊണ്ട് അടിയുറച്ച വിശ്വാസത്തോടുകൂടി സ്വന്തം ദേശവും സകലതും ഉപേക്ഷിച്ച് യാത്ര പുറപ്പെടുന്ന അബ്രഹാത്തിനെ നമുക്ക് കണ്ടുമുട്ടാൻ സാധിക്കും. അങ്ങനെ അബ്രഹാത്തിലൂടെ വീണ്ടും ദൈവത്തിൻ്റെ രക്ഷ മനുഷ്യർക്ക് നൽകാൻ വേണ്ടി ചെറിയൊരു സമൂഹത്തെ ദൈവം തിരഞ്ഞെടുക്കും. പിന്നീട് നമ്മൾ കാണുന്നത് വാഗ്ദാനത്തിൻ്റെ പുത്രനായ ഇസഹാക്കിലൂടെയാണ്. ഇസഹാക്കിലൂടെ ഇസ്രായേൽ സന്തതി വീണ്ടും പെരുകി ഈജിപ്തിൽ വാസമുറപ്പിക്കുന്നു. ഒത്തിരിയേറെ സമ്പത്തും ഒത്തിരിയേറെ ജനങ്ങളുമായി വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ ഈജിപ്തിലെ രാജാക്കന്മാർക്ക് അസൂയ തോന്നി അവരെ അടിമകളാക്കി കഠിനമായി ജോലിയെടുപ്പിക്കും. അവർ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ പിതാവായ ദൈവം അവരുടെ നിലവിളി കേൾക്കുകയും അവരെ രക്ഷിക്കുവാൻ വേണ്ടി വലിയ നേതാവായ മോശയെ ദൈവം ഭൂമിയിലേക്ക് അയക്കും. ദൈവത്തിൻ്റെ ശക്തമായ കരങ്ങളാൽ 10 മഹാമാരികളിലൂടെ ഈജിപ്തിനെ ശിക്ഷിച്ചിട്ട് തൻ്റെ ജനത്തെ മോചിപ്പിച്ച് മോശയുടെ കീഴിൽ സീനായ് മലയെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു പുറപ്പാട് സംഭവം ബൈബിളിൽ
അതിമനോഹരമായി നമുക്ക് കാണാൻ സാധിക്കും. നമ്മളൊക്കെ ചിന്തിക്കാവുന്നതിലൊക്കെ അധികമാണ് പുറപ്പാട് സംഭവം എന്ന് പറയുന്നത്. ലക്ഷക്കണക്കിന് ആളുകൾ ഇങ്ങനെ ഒരുമിച്ച് യാത്ര ചെയ്യുക, അതും മരുഭൂമിയിലൂടെ. പലപ്പോഴായി ദൈവത്തിനോട് അവർ തർക്കിക്കുന്നുണ്ട്, ദൈവത്തിന് അവർ ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നുണ്ട്. അപ്പോഴൊക്കെ അവരോടൊപ്പം നിന്നുകൊണ്ട് മേഘത്തൂണായി, അഗ്നിസ്തംഭമായി, ഈജിപ്തിലെ ഇറച്ചിപ്പാത്രങ്ങളുടെ രുചിയോർത്ത് കരയുമ്പോൾ അവർക്ക് സമൃദ്ധമായ കാടപ്പക്ഷികളെ നൽകിക്കൊണ്ട്, ഭക്ഷണമില്ലാതെ വലഞ്ഞപ്പോൾ അവർക്ക് മന്ന നൽകിക്കൊണ്ട്, ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് മഹത്തായ കടലിനെ രണ്ടായി വിഭജിച്ച് ഉണങ്ങിയ വരണ്ട നിലത്തിലൂടെ നടത്തി. അങ്ങനെ ദൈവം തൻ്റെ ശക്തമായ കരം കൊണ്ട് തൻ്റെ ജനതയെ, താൻ തെരഞ്ഞെടുത്ത ജനതയെ വാഗ്ദാന ഭൂമിയിലേക്ക്, സീനായ് മലയുടെ താഴ്വാരങ്ങളിലേക്ക് നയിക്കുന്നു. അവിടെ വെച്ച് ദൈവം മോശയെ വിളിക്കുന്നു. മോശ മലമുകളിലേക്ക് ചെല്ലുമ്പോഴും ദൈവം പറയുന്നു, കഴുകന്മാരുടെ ചിറകിലേറ്റി എൻ്റെ ജനതയെ ഞാൻ രക്ഷിച്ച് എൻ്റെ അടുക്കൽ ഞാൻ കൊണ്ടുവന്നു. എൻ്റെ വാക്കനുസരിക്കുകയും കൽപ്പനകൾ പാലിക്കുകയും ചെയ്താൽ 1000 തലമുറകളോളം ഞാൻ അവരോട് കരുണ കാണിക്കും. ഉടമ്പടി ചെയ്തു, മോശയുമായിട്ട് ഉടമ്പടി ചെയ്തു. അതുകൂടാതെ കാലത്തിൻ്റെ തികവിൽ ഒരു രക്ഷകനെ പ്രതീക്ഷിക്കുവാൻ വേണ്ടി ദൈവം ശക്തമായ ഒരു നിർദ്ദേശം നൽകുന്നു. മോശയുടെ കാലം മുതൽക്ക് തന്നെ തൻ്റെ ജനത ഒരു വലിയ ജനതയായി അച്ചടക്കത്തോട് വളരുന്നതിന് വേണ്ടിയിട്ട്, തൻ്റെ ജനമായി അറിയപ്പെടുന്നതിന് വേണ്ടിയിട്ട് 10 കൽപ്പനകൾ ദൈവം അവർക്ക് നൽകുന്നു. വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണമായി പുതിയ നിയമത്തിൽ യേശുനാഥൻ കടന്നു വരും. കാലത്തിൻ്റെ തികവിൽ ദൈവം തൻ്റെ പുത്രനിലൂടെ തൻ്റെ ജനത്തെ രക്ഷിക്കുവാനായിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു, മനുഷ്യനായി ഇറങ്ങി വരുന്നു. ഒരു വലിയ ഇടപെടലാണ്, ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇടപെടൽ. ദൈവം മനുഷ്യനായി തൻ്റെ മക്കളെ രക്ഷിക്കുവാൻ വേണ്ടി ഇറങ്ങി വരും. അപ്പോഴും ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുന്നവനായിട്ടാണ് യേശു അവതരിക്കുന്നത്. ആ ധനികനായ യുവാവ് യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, പൂർണ്ണത പ്രാപിക്കാൻ ഞാൻ എന്താണ് ചെയ്യുക? യേശു അവരോട് ആദ്യം പറയുക, കൽപ്പനകൾ പാലിക്കണമെന്നാണ്. യേശുവിൻ്റെ നാമത്തിലുള്ള മാമോദിസ സ്വീകരിച്ച് നമ്മളൊക്കെ സഭയിലെ അംഗങ്ങളാക്കിക്കൊണ്ട് ഒരു പുതിയ ഇസ്രായേൽ ജനമായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ദൈവകൽപ്പനകൾ പാലിക്കാൻ നമ്മളും ബാധ്യസ്ഥരാണ്. ഒന്നാമത്തെ കൽപ്പന, നിന്റെ ദൈവമായ കർത്താവിനെ നീ സ്നേഹിക്കണം, ആരാധിക്കണം. മറ്റൊരു ദൈവം നിനക്കുണ്ടാകണം. രണ്ടാമത്തെ കൽപ്പന, ദൈവത്തിൻ്റെ തിരുനാമം വൃഥ പ്രയോഗിക്കരുത്. മൂന്നാമത്, ദൈവത്തിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. 4, നിന്റെ മാതാപിതാക്കന്മാരെ നീ ബഹുമാനിക്കണം. 5, കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം നൽകരുത്, അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത്, അന്യൻ്റെ വസ്തുക്കൾ മോഹിക്കരുത്. ഇങ്ങനെ മനോഹരമായ 10 കൽപ്പനകളിലൂടെ തൻ്റെ ജനത്തെ അടുപ്പിച്ചു നിർത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. പുതിയ ഇസ്രായേൽ ജനമായ നമുക്കും ഈ 10 കൽപ്പനകൾ പാലിക്കുവാനായിട്ട് ബാധ്യസ്ഥരാണ് നമ്മൾ ഓരോരുത്തരും. ഈ കൽപ്പനകളിലൂടെയാണ് നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി തീരുന്നത്. യേശു അത് വീണ്ടും പുനർനിർവചിച്ചു. 2 കൽപ്പനകളായി അതിനെ പുനർനിർവചിച്ചു. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ആത്മാവോടും സർവശക്തിയോടും കൂടി നീ സ്നേഹിക്കണം, നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം. പ്രിയമക്കളെ, ദൈവസ്നേഹത്തിനും പരസ്നേഹത്തിനും ജീവിക്കാനായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധന്മാരുടെ മാധ്യസ്ഥതയും മാലാഖമാരുടെയൊക്കെ സഹായവും നമുക്ക് വളരെയേറെ അത്യാവശ്യമാണ്. ആരാണ് ഈ മാലാഖമാർ എന്ന് പറഞ്ഞാൽ? വചനത്തിലൂടെ വ്യക്തമായവരുടെ സാന്നിധ്യം നമുക്ക് കാണാൻ സാധിക്കുന്നു. നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു സത്യം കൂടിയാണ് മാലാഖമാർ എന്ന് പറയുന്നത്. അവർ ദൈവത്തിൻ്റെ സേവകന്മാരും ദൈവത്തിൻ്റെ സന്ദേശവാഹകരുമാണ്. പഴയ നിയമത്തിൽ ലോത്തിനെ സംരക്ഷിക്കുവാൻ വേണ്ടി കടന്നു വരുന്ന മാലാഖമാരെ നമ്മൾ കാണാൻ സാധിക്കും.
പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശുവിൻ്റെയും യോഹന്നാൻ്റെയും ഒക്കെ ജ്ഞാനസ്നാനത്തെ മുൻകൂട്ടി അറിയിക്കുവാൻ വേണ്ടിയിട്ട് മാലാഖമാർ ഇറങ്ങി വരുന്നു. യേശു മരുഭൂമിയിൽ പ്രാർത്ഥിക്കുമ്പോൾ അവരെ ശുശ്രൂഷിക്കുവാനായി ഒക്കെ മാലാഖമാരുടെ സാന്നിധ്യം വചനത്തിൽ ഉടനീളം നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിരന്തരമായി വ്യാപരിക്കുന്നവരാണ് മാലാഖമാർ. അവരശരീരികളും അരൂപികളുമാണ്. എങ്കിലും പലപ്പോഴും മനുഷ്യ സ്വഭാവവും ശരീരവും ധരിക്കാനായിട്ട് അവർക്ക് സാധിക്കും എന്നുള്ളതിന് വചനം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പ്രത്യേകിച്ച് കൊച്ചു തോബിയാസിൻ്റെ കഥ നമ്മൾ വായിക്കുമ്പോൾ അവനോടൊപ്പം, അവൻ്റെ സംരക്ഷകനായി അവനോടൊപ്പം നടന്നു നീങ്ങുന്ന മാലാഖയെ നമ്മൾ കണ്ടുമുട്ടുന്നു. നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുമ്പോൾ തന്നെ നമ്മുടെ സംരക്ഷണം ഉറപ്പിക്കുവാൻ വേണ്ടി ദൈവം ഒരു മാലാഖയെ, കാവൽ മാലാഖയെ നിയോഗിച്ചിട്ടുണ്ട് എന്ന് വചനം സാക്ഷ്യപ്പെടുത്തുന്നു. വിശുദ്ധന്മാരോടൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ അതിനേക്കാൾ ഉപരിയായി നമ്മളോടൊപ്പം നമ്മുടെ നിഴലായി സാന്നിധ്യമായി നിൽക്കുന്ന ആ മാലാഖയെ ഒരിക്കലും മറന്നുപോകില്ല. ദൈവം ഏൽപ്പിച്ചിട്ടുള്ള നമ്മുടെ കാവൽ മാലാഖമാർ, ദൈവത്തിൻ്റെ തിരുസന്നിധി നിരന്തരം വ്യാപിക്കുന്നവരോട് പ്രാർത്ഥിക്കാനായിട്ട് മറക്കരുത്. അവരുടെ സാന്നിധ്യം നമ്മൾ നിരന്തരം തിരിച്ചറിയണം. ഇന്നു മുതൽ നമ്മളാരും ഏകരാണ്. ഏകാന്തത നിങ്ങളെ പലപ്പോഴും അലട്ടുന്നതായി, അലോസരപ്പെടുന്നതായി നിങ്ങൾക്ക് തോന്നിയിട്ടില്ല. ഏറ്റവും വലിയ ദുഃഖം എന്ന് പറയുന്നത് ഏകാന്തതയാണ് എന്നൊക്കെ ചിലർ പറയാറ്. ഒരിക്കലുമല്ല. ക്രിസ്ത്യാനികൾ ഒരിക്കലും തന്നെ ഇങ്ങനെ ഒറ്റക്കാവുന്ന അവസ്ഥയേ ഉണ്ടാകുന്നില്ല. കാരണം നമ്മളോടൊപ്പം ദൈവത്തിൻ്റെ സംരക്ഷണം ഉറപ്പുവരുത്തിക്കൊണ്ട് നമ്മുടെ കാവൽ മാലാഖമാർ നമ്മളോടൊപ്പം ഉണ്ടെന്നുള്ളത് എത്ര വലിയ ആശ്വാസമാണ്, എത്ര വലിയ സന്തോഷമാണ്. ജീവിതത്തിൻ്റെ ഏതവസ്ഥയിലും ഞാൻ ഒറ്റയ്ക്കായി പോകില്ല എന്നുള്ള ആ ബോധം നമ്മൾ ഓരോരുത്തരും ഉണ്ടാകണം. ശക്തരായ ദൈവത്തിൻ്റെ ദൂതന്മാരായ മാലാഖമാർ, നമ്മുടെ കാവൽ മാലാഖ ഓരോരുത്തർക്കും ദൈവം കൽപ്പിച്ച് നൽകിയിട്ടുണ്ട്. അവരോട് പ്രത്യേകമായി പ്രാർത്ഥിക്കണം. ഓരോ പ്രഭാതത്തിലും ആ ദിവസം മുഴുവൻ നമ്മൾ സമർപ്പിക്കേണ്ടത് എൻ്റെ രക്ഷകനായി, എൻ്റെ പാദത്തിന് കാവലായി, വിളക്കായി ഉണ്ടാകണമേ എന്ന് അവനോട് പ്രാർത്ഥിക്കണം. കാവൽ മാലാഖമാരുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞതായിട്ട് വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. നിരന്തരമായി നമുക്ക് അവരോട് പ്രാർത്ഥിക്കാം. അടുത്തതായി, ഈ ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും ജീവിക്കുവാനായിട്ട് നമുക്ക് വളരെയേറെ അത്യാവശ്യമായിട്ടുള്ളത് വിശുദ്ധന്മാരുടെ മാധ്യസ്ഥമാണ്. പലപ്പോഴും നമ്മുടെ ദേവാലയങ്ങളൊക്കെ വിശുദ്ധന്മാരുടെ പ്രദർശനശാലകളായി മാറാറ് അല്ല കേട്ടോ. വിശുദ്ധന്മാരങ്ങ് വിദൂരത്തിലുള്ളവരൊന്നുമല്ല, മറിച്ച് നമ്മുടെയൊക്കെ ജ്യേഷ്ഠ സഹോദരന്മാരാണ്, സഹോദരിമാരാണെന്ന് തിരിച്ചറിയാനുള്ള വിശ്വാസവും ബോധവും നമുക്കുണ്ടാകും. നമ്മളെപ്പോലെ ഈ ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് കഷ്ടപ്പാടുകൾ അനുഭവിച്ച് സുഹൃതങ്ങൾ കൊണ്ട് ജീവിതം ദൈവത്തിങ്കിലേക്ക് ഉയർത്തിയ നമ്മുടെയൊക്കെ ജ്യേഷ്ഠ സഹോദരന്മാരാണ്, സഹോദരിമാരാണ് വിശുദ്ധന്മാർ. പ്രത്യേകിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും പേരുകളൊക്കെ ജ്ഞാനസ്നാനവേളയിൽ ഒരു വിശുദ്ധന്മാരുടെ പേര് കൂട്ടിയാണ് വിളിക്കപ്പെടുക. നമ്മുടെ പേരിന് ആധാരമായ, നമ്മുടെ പേരിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന വിശുദ്ധനോട് പ്രത്യേകമായി പ്രാർത്ഥിക്കണം. അവരുടെ ജീവചരിത്രം പഠിക്കണം, അവരോട് നിരന്തരമായി പ്രാർത്ഥിക്കണം. അങ്ങനെ ഓരോ നിമിഷവും വിശുദ്ധിയിലും ദൈവസ്നേഹത്തിലും വളർന്നു വരുവാനായിട്ട് നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ മക്കളായി അറിയപ്പെടുവാനായിട്ട്, ഈ ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും ജീവിക്കുവാനുള്ള അനുഗ്രഹത്തിന് വേണ്ടി മാലാഖമാരുടെ സംരക്ഷണവും വിശുദ്ധന്മാരുടെ മാധ്യസ്ഥവും അതുപോലെ തന്നെ വചനത്തിൻ്റെ വെളിച്ചവും നമ്മുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈശ്വരൻ സ്തുതിയായിരിക്കട്ടെ.